السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കവളപ്പാറ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടൊരു വിദ്യാർത്ഥിക്ക് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച വീടിൻ്റെ കൈമാറ്റം അല്ലേ, ആരായിരുന്നു അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്? വസീറു തർബിയ വ തഅലീം അല്ലെ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പത്ര റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാം നോട്ടീസും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ വരുന്ന ഘടകങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അൽയൗം നദ്റുസു ദർസൻ ജദീദൻ വഹാദിഹി ഹിയൽ മൻലൂമ അയൽ ഖസീദ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു പുതിയ പാഠമാണ്. ഇതൊരു കവിതയാണ് അല്ലേ, ഒരു പാട്ടാണ്. എന്താണ് മസ്മുഹാദിഹിൻ മൻലൂമ? എന്താണ് ഈ പാട്ടിൻ്റെ പേര്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉൻവാൻ, അതിൻ്റെ ഹെഡിങ് എന്താണ്? അത്തആവുൻ എന്നാണ് അല്ലേ. അത്തആവുൻ മമാന അത്തആവുൻ മത എന്താണ് തആവുൻ എന്ന് പറഞ്ഞാൽ? പരസ്പര സഹകരണം. ആവന സഹകരിച്ചു, സഹായിച്ചു എന്നാണ്. അതിൽ നിന്ന് വരുന്നതാണ് അത്തആവുൻ, പരസ്പര സഹകരണം കേട്ടോ. ഓക്കെ മക്കളെ, ടീച്ചർ ആദ്യം പാട്ടൊന്ന് പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കൂടെ തെറ്റാതെ പാടി നോക്കുകയും ചെയ്യാം കേട്ടോ. التعاون من صفات العاقلين يرقى به نحو النجاح الكامل لولا التعاون بين أبناء الورى لم يبن مجد في الزمان الأول انظر إلى النهل الضعيف بجسمه بتعاون يمسي كجيش هائل انظر إلى جسمك لم تكن لولا التعاون في انسجام مذهل لولا البحار تعاونت والشمس ما ظهر السحاب وغيثه لم يهطلي لولا الخيوط تعاونت في هبكها ما كان من ثوب علينا مسدلي سر الحياة هو التعاون لم يكن لولاه من روح بها متشكل فتعاونوا في كل خير تفلحوا إياكم من ناقد متكاسل إن التعاون من صفات العاقلين يرقى به نحو النجاح الكامل لولا التعاون بين أبناء الورى لم يبن مجد في الزمان الأول. ടീച്ചർ പാടിയത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും പാടി നോക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കിതിൻ്റെ ആശയം നോക്കാം, എന്താണ് ഈ കവിതയിൽ പറയുന്നത് എന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തെ വരി നോക്കൂ.
ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിലി ഇർഖാ ബിഹി നഹ്വൻ നജാഹിൽ കാമിലി എന്നാണ് അല്ലേ. ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആഖിലി, എന്താണ് ഈ വരിയിൽ പറയുന്നത്? ഇന്ന തആവുന, തീർച്ചയായിട്ടും പരസ്പര സഹകരണം. തആവുൻ അത് ടീച്ചർ പറഞ്ഞതാണ്, പരസ്പര സഹകരണം. മിൻ സിഫാത്തിൽ ആഖിലി, മിൻ സിഫാത്ത്, സിഫാത്ത് വിശേഷണങ്ങൾ, വിശേഷണങ്ങളിൽ പെട്ടതാണ് അൽ ആഖിലി, ഒരു ബുദ്ധിമാൻ്റെ. പരസ്പര സഹകരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുദ്ധിമാൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അഥവാ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണ് എങ്കിൽ പരസ്പരം മറ്റുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യും? സഹകരിക്കും അല്ലേ. ഇർഖാ ബിഹി നഹ്വൻ നജാഹിൽ കാമിലി, അതാണ് അതിൻ്റെ ബാക്കി ഭാഗം അല്ലേ. ഇർഖാ ബിഹി, ഇർഖാ ഉയരുക, ഉന്നതിയിലെത്തുക എന്നാണ് കേട്ടോ. ഇർഖാ ബിഹി അതിലൂടെ, അഥവാ ആ ഒരു പരസ്പര സഹകരണത്തിലൂടെ അവൻ ഉയരുന്നു. എങ്ങോട്ട്? നഹ്വൻ നജാഹി, നഹ്വൻ നജാഹി വിജയത്തിന് നേരെ, അൽ കാമിലി പൂർണ്ണമായിട്ടുള്ള, പരസ്പര സഹകരണത്തിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് ഉയരുന്നു എന്നാണ്. അടുത്ത വരി നോക്കൂ. ലൗല തആവുനു ബൈന അബ്നാഇൽ വറാ, ലൗല തആവുനു, ലൗല ഇല്ലായിരുന്നുവെങ്കിൽ, ലൗല ഇല്ലായിരുന്നുവെങ്കിൽ, അത്തആവുനു പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ബൈന അബ്നാഇൽ വറ, ബൈന ഇടയിൽ, അബ്നാ മക്കളാണ് അല്ലേ, അൽവറ മനുഷ്യ, അപ്പോൾ മനുഷ്യ മക്കൾക്കിടയിൽ, അപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ലൗല തആവുനു പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ബൈന അബ്നാഇൽ വറ മനുഷ്യ മക്കൾക്കിടയിൽ പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ലം യുബ്ന മജ്ദുൻ ഫി സമാനിൽ അവ്വലി, ലം യുബ്ന, എന്താണ് ലം യുബ്ന? ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായിത്തീരുമായിരുന്നില്ല എന്നാണ്. മജ്ദുൻ, മജ്ദ് ഉന്നതി അല്ലേ, ഉന്നതി, മജ്ദുൻ ഉന്നതി, ഉന്നതി ഉണ്ടായിത്തീരുമായിരുന്നില്ല. ഫി സമാനിൽ അവ്വലി, സമാന് കാലം, അൽ അവ്വല് മുൻകാലങ്ങളിൽ അല്ലേ. അപ്പോൾ മുൻകഴിഞ്ഞ വർഷങ്ങളിൽ, മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളിലൊന്നും തന്നെ എന്താണ് ആളുകൾക്കിടയിൽ പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഉന്നതിയും ഉയർച്ചയും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. മനസ്സിലായല്ലോ. അടുത്ത വരി നോക്കൂ. ഉൻളുർ ഇലന്നഹിലിൽ ളഈഫി ബിജിസ്മിഹി ബിതആവുനിൻ യുംസി കജൈഷിൻ ഹായിലി. ഉൻളുർ, എന്താണ്? ഉൻളുർ നീ നോക്ക് എന്നാണ് കേട്ടോ. ഉൻളുർ നീ നോക്ക്, ഇലന്നഹ്ലി എങ്ങോട്ട് നോക്ക്? തേനീച്ചയിലേക്ക് നോക്ക് എന്നാണ്. അൽ ളഈഫി ദുർബലമായിട്ടുള്ള, അഥവാ ദുർബലമായിട്ടുള്ള, നമ്മുടെ അത്രയൊന്നും കഴിവുണ്ടോ തേനീച്ചയ്ക്ക്? ഇല്ലല്ലോ. ദുർബലമായിട്ടുള്ള ഒരു തേനീച്ചയിലേക്ക് നോക്കൂ. എങ്ങനെ? ബിജിസ്മിഹി തൻ്റെ ശരീരം കൊണ്ട്, ശരീരം കൊണ്ട് ദുർബലമായിട്ടുള്ള, അല്ലെ നമ്മൾ കാണുന്ന സമയത്ത് വളരെ ദുർബലമായിട്ടുള്ളൊരു ചെറിയ ജീവിയാണ് ഏത്? തേനീച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തേനീച്ചയിലേക്ക് നീ നോക്കി എന്നാണ്. ബിതആവുനിൻ പരസ്പര സഹകരണം കൊണ്ട്, യുംസി അത് ആയിത്തീരുന്നു, കജൈഷിൻ ഹായിലിൻ ഒരു വലിയ സൈന്യത്തെ പോലെ ആയിത്തീരുന്നു എന്നാണ്. ബിതആവുനിൻ പരസ്പര സഹകരണം കൊണ്ട്, യുംസി അതായിത്തീരുന്നു, കജൈഷിൻ ഹായിലിൻ ഒരു വലിയ സൈന്യത്തെ പോലെ ആയിത്തീരുന്നു എന്നാണ്. അടുത്ത വരി നോക്കൂ. ഉൻളുർ ഇലാ അഅ്ളാഇ ജിസ്മിക ലം തകുൻ ലൗല തആവുനു ഫി ഇൻസിജാമിൻ മുൽഹിലി. ഉൻളുർ, ഉൻളുർ നീ നോക്ക് അല്ലേ. ഇലാ അഅ്ളാഇ ജിസ്മിക, അഅ്ളാഇ ജിസ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ അവയവങ്ങളാണ് കേട്ടോ. നിൻ്റെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് നീ നോക്ക്. ലം തകുൻ ലൗല തആവുനു അവർക്കിടയിൽ പരസ്പര സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ലം തകുൻ ലൗല തആവുനു അവർ പരസ്പരം സഹകരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്കിടയിൽ പരസ്പരം സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ, ഫിൻസിജാമിൻ മുൽഹിലി
ഇൻസിജാമ് യോജിപ്പാണ് കേട്ടോ. ഇൻസിജാമ് യോജിപ്പ്, മുദ്ഹിൽ അത്ഭുതപ്പെടുത്തുന്ന. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു യോജിപ്പ് അഥവാ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശരീരം എന്തില്ല ഇത്രയും കാണുന്ന രീതിയിലല്ല, ഇത്രയും ഭംഗിയുള്ള രൂപത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത വരി നോക്കൂ. ലൗലൽ ബിഹാറു തവാവനത് വശംസു മാ ظهر السحاب وغيثه لم يهتلي. ലൗലൽ ബിഹാറു സമുദ്രങ്ങളില്ലായിരുന്നുവെങ്കിൽ അഥവാ സമുദ്രങ്ങൾ അല്ലായിരുന്നുവെങ്കിൽ, തആവനത് പരസ്പരം സഹകരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, വശംസു സൂര്യനും അല്ലെ സൂര്യനും സമുദ്രങ്ങളും പരസ്പരം സഹകരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, മാ ലൊഹറ സഹാബു മേഘം പ്രകടമാകുമായിരുന്നില്ല എന്നാണ്. മാലോഹറ പ്രകടമാകുമായിരുന്നില്ല, അസ്സഹാബു മേഘം. അതുപോലെ തന്നെ വ ഒയ്സുഹു അതിൻ്റെ ഒയ്സ് മഴയാണ് കേട്ടോ. വ ഒയ്സുഹു ലം യഹ്തലി. യഹ്തലി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായിട്ട് പെയ്യുക, ശക്തമായിട്ട് മഴ പെയ്യുക. അപ്പം മേഘവും അതുപോലെ തന്നെ കടലും സൂര്യനും പരസ്പരം സഹകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മേഘമുണ്ടാവില്ല അല്ലെ. മേഘമുണ്ടായി കഴിഞ്ഞാലാണ് ആ മേഘത്തിൽ നിന്നും മഴ വർഷിക്കുകയുള്ളൂ. അപ്പം എന്താണ്? സൂര്യനും അതുപോലെ തന്നെ കടലും പരസ്പരം സഹകരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ശക്തമായ മഴ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അല്ലേ. അടുത്ത വരി നോക്കൂ. ലൗലൽ ഖുയൂതു തവാവനത് ഫീ ഹബ്കിഹാ. എന്താണ് പറയുന്നത്? ലൗലൽ ഖുയൂത്തു. എന്താണ് ഖുയൂത്ത്? നൂലുകളാണ്. ലൗലൽ ഖുയൂത്തു തആവനത് നൂലുകൾ പരസ്പരം സഹകരിച്ചിട്ടില്ല എങ്കിൽ, ഫീ ഹബ്കിഹ അതിനെ കൂട്ടിയുണ്ടാക്കുന്നതിൽ, അതിനെ ചേർത്തുണ്ടാക്കുന്നതിൽ അല്ലേ. മാ കാന മിൻ സൗബിൻ അലൈന മുസ്ദലി എന്നാണ്. മാ കാന മിൻ സൗബിൻ ഒരു വസ്ത്രവും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, അലൈന മുസ്ദലി നമ്മുടെ മേൽ താഴ്ത്തിയിടാൻ പറ്റുന്ന അഥവാ നമുക്ക് ധരിക്കാൻ പറ്റുന്നതായ ഒരു വസ്ത്രം പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. മുസ്ദലി താഴ്ത്തിയിടുക എന്നാണ് അർത്ഥം. സിറുൽ ഹയാതി ഹുവ തആവുനു ലം യകുൻ ലൗലാഹു മിൻ റൗഹിൻ ബിഹാ മുതശക്കിലി. അതുകൊണ്ട് തന്നെ സിറുൽ ഹയാത്തി ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ഹുവ തആവുൻ അത് പരസ്പര സഹകരണമാണ് എന്നാണ്. ലം യകുൻ അതില്ല എങ്കിൽ, ലൗലാഹു മിൻ റൗഹിൻ ബിഹാ മുതശക്കിലി. ലൗലാഹു മിൻ റൗഹിൻ റൗഹ് റാഹത്ത് എന്നാണ് കേട്ടോ, ആശ്വാസം. ഒരു ആശ്വാസവും തന്നെ മുതശക്കിലിൻ രൂപപ്പെടുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾക്ക് പരസ്പരം സഹകരണമില്ല എങ്കിൽ ജീവിതത്തിൽ എന്തില്ല, നമുക്കൊരു ആശ്വാസവും ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഫതആവനൂ ഫീ കുല്ലി ഖൈരിൻ തുഫ്ലിഹൂ ഇയ്യാക്കും മിൻ റാഖീദിൻ മുതകാസിലി. അതുകൊണ്ട് തന്നെ ഫതആവനൂ നിങ്ങൾ പരസ്പരം സഹകരിക്കുവിൻ, ഫീ കുല്ലി ഖൈരിൻ എല്ലാ നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുവിൻ, തുഫ്ലിഹോ എന്നിട്ട് വിജയിക്കുകയും ചെയ്യുവിൻ എന്നാണ്. തുഫ്ലിഹോ നിങ്ങൾ വിജയിക്കൂ എന്നാണ്. ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, മിൻ റാഖിദിൻ റാഖിദ് ഉറങ്ങുന്നവനെ എന്നാണ്. മുതകാസിലിൻ മടി കാണിച്ചുകൊണ്ട് ഉറങ്ങുന്നവരെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണമെന്നാണ്. നല്ലൊരു ആശയം അടങ്ങുന്നൊരു കവിതയാണ് ഇത് അല്ലേ. ആരാണിത് എഴുതിയിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദ് അല്ലേ, അദ്ദേഹമാണ് ഈ കവിത ഈ പാട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ പാട്ടിൻ്റെ വീഡിയോ അർത്ഥസഹിതം ടീച്ചറുടെ ചാനലിൽ കുറച്ച് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് എല്ലാവരും വീഡിയോ കാണണം, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ ഇതിൻ്റെ കൂടെ വീഡിയോ ഒന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കവിടെ മഫ്ഹൂമുൽ മൻളൂം അല്ലേ, ആ ഒരു പാട്ടിൻ്റെ ആശയം എന്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് അതിൻ്റെ ആശയം അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അത്തആവുനു റൂഹുൽ ഹയാത്ത് ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ് ഹുവ മിൻ അസ്ബാബിൽ മജ്ദി വൽ ഇസ്സി
التعاون سبب التوازن الطبيعة نراء بين البحر والشمس وبين السحاب والريح وهو ظاهر في حياة النحل والنمل الإنسان لا يتحرك إلا بتعاون الأعضاء التعاون سر الحياة അത്തആവുനു പരസ്പര സഹകരണം എന്ന് പറയുന്നത് എന്താണ്? റൂഹുൽ ഹയാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ റൂഹാണ്, അതിൻ്റെ ആത്മാവാണ് എന്നാണ്. ഹുവ അത് അഥവാ ആ പരസ്പര സഹകരണം മിഫ്താഹുൻ അതൊരു കീ ആണ്, ഒരു താക്കോലാണ്. അൽ ഫൗസി വൽ ഫലാഹ് ഫൗസ് ഫലാഹ് എന്നൊക്കെ പറഞ്ഞാൽ വിജയം എന്ന അർത്ഥം. ജീവിതത്തിലെ വിജയത്തിൻ്റെ താക്കോലാണ് എന്ത്? പരസ്പര സഹകരണം എന്ന് പറയുന്നത്. ഹുവ അത് മിൻ അസ്ബാബിൽ മജിദ് വൽ ഇസ് മിൻ അസ്ബാബ് കാരണങ്ങൾ അല്ലെ, കാരണങ്ങളിൽ പെട്ടതാണ്. അൽ മജിദ് ഉന്നതിയുടെയും അൽ ഇസ് പ്രതാപത്തിൻ്റെയും. അപ്പോൾ ഒരു സമൂഹത്തിന് പ്രതാപവും ഉന്നതിയും ഒക്കെ ഉണ്ടായിത്തീരണമെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണ് എന്ത്? പരസ്പര സഹകരണം എന്ന് പറയുന്നത്. അത്തആവുൻ പരസ്പര സഹകരണം എന്ന് പറയുന്നത് എന്താണ്? സബബുൻ അത് കാരണമാകുന്നു. തവാസുന് ത്വബിഅ പ്രകൃതിയുടെ തവാസുന്. എന്താണ് തവാസുന്? തവാസുൻ എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ് കേട്ടോ. അത്വബിഅ പ്രകൃതിപരമായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ, അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പര സഹകരണം വേണം എന്നാണ്. നറാഉ ബൈനൽ ബഹ്രി വശംസി നറാഹു നമുക്ക് അത് കാണാം എന്നാണ്, അഥവാ പരസ്പര സഹകരണത്തെ കാണാം. ബൈനൽ ബഹ്രി വശംസി സൂര്യനും സമുദ്രത്തിനുമിടയിൽ. ബൈന സഹാബി വരീഹി അതുപോലെ തന്നെ സഹാബ് മേഘം, രീഹ് കാറ്റ്, കാറ്റിനും മേഘത്തിനുമിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പരസ്പര സഹകരണത്തെ കാണാം. വഹുവ അത് ലോഹിറുൻ അതെന്താണ്? പ്രകടമായതാണ്. ഫി ഹയാത്തിൻ നഹ്ലി തേനീച്ചയുടെ ജീവിതത്തിലും വന്നംലി ഉറുമ്പിൻ്റെയും തേനീച്ചയുടെയുമൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്താണ്? അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി നോക്കൂ. അൽ ഇൻസാനു ഒരു മനുഷ്യന് ലാ യതഹറക്കു അവനെന്താണ്? ചലിക്കുവാൻ സാധിക്കുകയില്ല. ഇല്ലാ ബി തആവുനിൽ ആലാ അവൻ്റെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ല എങ്കിൽ, ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ല എങ്കിൽ അവന് ചലിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അത്തആവുൻ അതുകൊണ്ട് തന്നെ പരസ്പര സഹകരണം എന്ന് പറയുന്നതാണ് സിറുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഈ ഒരു ആശയമാണ് നമുക്ക് ആ കവിതയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നുറാജിഉ മഫ്ഹൂമൽ മൻലൂമി വനുജീബ്. നുറാജിഉ നമുക്ക് മടങ്ങാം. മഫ്ഹൂമുൽ മൻലൂം ആ കവിതയുടെ ആശയത്തിലേക്ക്. വനുജീബ് എന്നിട്ട് ഉത്തരം പറയാമെന്നാണ്. മാഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ് ഒന്നാമത്തെ ചോദ്യം അതാണ്. മാഹുവ ഏതാണ് അല്ലെങ്കിൽ എന്താണ്? മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ് വിജയത്തിൻ്റെ കീ ഓഫ് സക്സസ് വിജയത്തിൻ്റെ കീ ഏതാണ്? താക്കോൽ ഏതാണ് എന്നാണ്. എന്താണ് ഉത്തരം? എന്താണ്? അത്തആവുനാണല്ലേ. അത്തആവുനു ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്. എന്താണ് അടുത്ത ചോദ്യം? കൈഫ യഈഷുൻ നഹ്ലു വന്നംൽ തേനീച്ചയും ഉറുമ്പും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ്? പരസ്പര സഹകരണത്തിലൂടെയാണ് അല്ലേ. അപ്പം എങ്ങനെ ഉത്തരം എഴുതും? യഈഷുൻ നഹ്ലു വന്നംലു ബിത്തആവുൻ അല്ലെങ്കിൽ ബിത്തആവുനി യഈഷുൻ നഹ്ലു വന്നംൽ അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ യഈഷുൻ നഹ്ലു വന്നംലു ബിത്തആവുനി. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. എന്താണ്? നെഖ്താറു വനക്തുബു ബൈതൻ ലാ യുവാഫിഖുൽ മൻലൂമ ഫിൽ മഅന. നെഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം. ബൈതൻ ബൈത്ത് വരി ലൈനാണ് കേട്ടോ. ലാ യുവാഫിഖുൽ മൻലൂമ ഫിൽ മഅന നമ്മൾ പഠിച്ച കവിത ഉണ്ടല്ലോ, ആ ഒരു പാട്ട്, അതിൻ്റെ ആശയത്തോട് യോജിക്കാതെ വന്നിട്ടുള്ള വരി നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം എന്നാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള കവിതകളുടെ വരികൾ നോക്കാം. ഒന്നാമത് നോക്കൂ. ലൗലൽ ഹുറൂഫ് തആവനത് മഅ ബഅലിഹ മാ കാന മിൻ ഖൗലിൻ വലാ മിൻ ഖായിലി എന്നാണ് അല്ലേ. ലൗലൽ ഹുറൂഫു ഹർഫുകൾ അക്ഷരങ്ങൾ
പരസ്പരം തആവനത് പരസ്പരം സഹകരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സഹകരിച്ചിട്ടില്ല എങ്കിൽ മഅ ബഅലിഹ മറ്റു ഹർഫുകളുമായിക്കൊണ്ട്. അപ്പോൾ ചില അക്ഷരങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടില്ല എങ്കിൽ മാ കാന മിൻ ഖൗലിൻ വലാ മിൻ ഖായിലി എന്നാണ്. മാ കാന മിൻ ഖൗലിൻ ഇവിടെ ഒരു വാക്ക് പോലും ഉണ്ടാകുമായിരുന്നില്ല. അതേപോലെ തന്നെ വലാ മൻ ഖായിലി പറയുന്നവനും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത്. അക്ഷരങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ എന്തുണ്ടാവുകയില്ല? ഒരു വാക്കോ ഒരു സംസാരമോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളോ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ഒരു കവിതയുടെ ആശയത്തോട് യോജിച്ചു വരുന്നതാണ് അല്ലേ. രണ്ടാമത്തെ ബൈത്ത് നോക്കൂ. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഖുംലിൽ മുഅല്ലിമി ഒരു അധ്യാപകന് വേണ്ടി നീ എഴുന്നേൽക്ക് എന്നാണ്. വഫിഹി തബ്ജീല അദ്ദേഹത്തിന് ആദരവ് നൽകിക്കൊണ്ട്. അപ്പോൾ ഒരു അധ്യാപകനെ ആദരിച്ചുകൊണ്ട് നീ എഴുന്നേൽക്ക് എന്നാണ് അല്ലേ. കാദൽ മുഅല്ലിമു ഒരു അധ്യാപകൻ ആവാറായിട്ടുണ്ട്. അന്യക്കൂന റസൂല ഒരു റസൂൽ ആവാറായിട്ടുണ്ട്, ഒരു ദൂതനാവാറായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ കവിതയുടെ ആശയവുമായിട്ട് യോജിച്ച് വരുന്നതാണോ? അല്ല അല്ലേ. അപ്പോൾ രണ്ടാമത്തേത് എന്തല്ല? നമ്മുടെ കവിതയുടെ ആശയവുമായിട്ട് യോജിച്ച് വരുന്നതല്ല. ഇനി മൂന്നാമത്തെ നോക്കൂ. ഇന്ന തആവുന ലിൽ ഉഖൂലി റദീഫുഹ ഇസ്ആ ബിഹാ നഹ്വൽ ഖതാഇൽ അംസലി. ഇന്ന തആവുന നിശ്ചയമായിട്ടും പരസ്പര സഹകരണം എന്ന് പറയുന്നത് ലിൽ ഉഖൂലി ബുദ്ധി അല്ലേ, ബുദ്ധികൾക്ക് അല്ലെങ്കിൽ മനസ്സുകൾക്ക് റദീഫുഹ റദീഫ് കൂട്ടുകാരൻ അല്ലെങ്കിൽ അതിൻ്റെ പര്യായം എന്നാണ് കേട്ടോ. ഇസ്ആ ബിഹ നഹ്വൽ ഖതാഇൽ അംസലി. ഇസ്ആ ബിഹ അതിനോട് അവൻ എന്ത് ചെയ്യും? പരിശ്രമിക്കുന്നു. നഹ്വൽ ഖതാഇ സമ്മാനങ്ങൾ നേടിയെടുക്കുന്നതിന്, അൽ അംസലി മാതൃകാപരമായിട്ടുള്ള എന്നാണ്. അപ്പോൾ ഇവിടെ ഇന്ന തആവുൻ അല്ലേ, തീർച്ചയായിട്ടും പരസ്പര സഹകരണം. അപ്പോൾ എന്താണ്? സഹകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണ്? നമ്മുടെ കവിതയുടെ ആശയവുമായിട്ട് യോജിച്ച് വരുന്നതാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? കവിതയുടെ ആശയവുമായിട്ട് യോജിച്ച് വരാത്തത് എഴുതാനായിരുന്നു. അപ്പോൾ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഖുംലിൽ മുഅല്ലിമു വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്ന് പറയുന്ന ബൈത്താണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നഖ്താറു മിനൽ മൻളൂമി നമുക്ക് കവിതയിൽ നിന്നും ഈ പാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം എന്നാണ്. അസ്സത്റുൽ മുനാസിബ എന്താണ്? സത്ർ ലൈനാണ്, വരി. അൽ മുനാസിബ ലിസ്സുവർ ചിത്രങ്ങളുമായിട്ട് യോജിച്ച് വരുന്നത് അഥവാ താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളുമായിട്ട് യോജിച്ച് വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? ഹുനാക അന്നഹ്ല അവിടെ ആരുണ്ട്? ഒരു തേനീച്ചയുണ്ട് അല്ലേ, തേനീച്ചകളുണ്ട്. തേനീച്ചകളെക്കുറിച്ച് നമ്മുടെ കവിതയിൽ പറഞ്ഞ വരി ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ഉൻളുർ ഇലന്നഹിലിൽ ളായിഫി ബിജിസ്മിഹി ബിതആവുനിൻ യുംസിക ജൈഷിൻ ഹായിലി. അതാണല്ലേ തേനീച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന വരി. അപ്പോൾ നിങ്ങൾ അതവിടെ എഴുതി ചേർക്കുക കേട്ടോ. അടുത്ത ചിത്രത്തിൽ എന്താ കാണാൻ പറ്റുന്നത്? ഹുനാക ഷംസ് അല്ലേ, ഷംസ് ഉണ്ട്. അതുപോലെ തന്നെ ഹുനാക ബഹ്റുൻ അവിടെ സമുദ്രമുണ്ട് അല്ലേ. അപ്പോൾ ഷംസ് അതുപോലെ തന്നെ ബഹ്ർ ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വസ്സഹാബ് നമുക്ക് ഫിസ്സമാ ഇസ്സഹാബുൻ ആകാശത്തെ മേഘങ്ങളെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരി നമ്മുടെ ആ ഒരു കവിതയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു അത്? ലൗലൽ ബിഹാറു തആവനത് വശംസു മാ ലഹറസ്സഹാബു വഗൈസുഹു ലം യഹ്തലി. അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്ന വരി. ഇനി അവസാനമായിട്ട് ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. നസ്തഖ്രിജു മിനൽ മൻളൂമി ആ കവിതയിൽ നിന്ന് നമുക്ക് നസ്തഖ്രിജു പുറത്തു കൊണ്ടുവരാമെന്നാണ്. നമാലിജ മാതൃകകൾ പുറത്തു കൊണ്ടുവരാം. അത്തആവുൻ പരസ്പര സഹകരണത്തിനുള്ളതായ ഫിത്തൊബിഅത്തി പ്രകൃതിയിൽ പരസ്പര സഹകരണം നടക്കുന്നു അല്ലേ. പരസ്പര സഹകരണത്തെക്കുറിച്ച് പറയുന്ന മാതൃകകൾ ആ കവിതയിൽ ആ പാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നക്തുബു നമുക്ക് എഴുതാമെന്നാണ്. അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
ഒന്ന് നമ്മുടെ കവിതയിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ലൈൻ തന്നെയാണ് കേട്ടോ. ഉൻളുർ ഇലൻ നഹിലിൽ ദഈഫി ബിജിസ്മിഹി ബിതാവുനിൻ ഇംസീക ജയ്ഷിൻ ഹായിലി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? ഉൻളുർ ഇല അഅ്ലാഇ ജിസ്മിക ലം തകുൻ ലൗല തആവുനു ഫിൻസിജാമിൻ മുദ്ഹിലി. തൊട്ടടുത്ത ലൈൻ തന്നെ കേട്ടോ. അതുപോലെ ലൗലൽ ബിഹാറു തആവനത് വശംസുമാ ളഹറ സഹാബു വഅയ്സുഹു ലം യഹ്തലി എന്ന് പറയുന്ന വരിയും ലൗലൽ ഖുയൂതു തആവനത് ഫീ ഹബികിഹ മാ കാന മിൻ സൗബിൻ അലൈന മുസ്ദലി. ഇത് നാലുമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അത് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ഇനി തൊട്ടടുത്ത പേജിൽ എന്താണ് പറയുന്നത്? നതദറബു അലാ ഖത്തുർ റുഖ അല്ലെ. ഖത്തുർ റുഖ അറബിയിലുള്ളൊരു എഴുത്തിൻ്റെ രൂപമാണ് ഏത്? ഖത്തുർ റുഖ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ആ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള രൂപത്തിൽ എഴുതി നോക്കുകയാണ് വേണ്ടത്. അടുത്ത് നോക്കൂ, നഖറഉ വനഫ്ഹമു എന്നാണ് അല്ലേ. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ചില പദങ്ങളും അവയുടെ ജംഉം അതായത് ഏകവചനവും അതിൻ്റെ ബഹുവചനവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പദങ്ങളെന്ന് നോക്കിയാലോ. ഒന്ന് അസീസ് ആണ് അല്ലേ. അസീസ് പ്രിയപ്പെട്ടവൻ, അഇസ്സാ പ്രിയപ്പെട്ടവർ അല്ലേ. ഇബ്ന് അതിൻ്റെ ജംആണ് അബ്നാ. ഇബ്ന് മകൻ, അബ്നാ മക്കൾ. ഒളുവ് ജംആണ് അഅ്ലാ. ഒളുവ് നമ്മൾ ശരീരത്തെക്കുറിച്ച് പറയുമ്പം അവയവം എന്നാണ്, അല്ലെങ്കിൽ മെമ്പറാണ് അല്ലേ, ഒരു അംഗം എന്നാണ്. അഅ്ലാ അംഗങ്ങൾ. ജിസ്മ് ശരീരം, അജിസാമ് ശരീരങ്ങൾ അല്ലെ. ജിസ്മുൻ ജംഅ് അജിസാമുൻ. ബഹ്റുൻ ജംആണ് ബിഹാറുൻ. ബഹ്റ് കടൽ, ബിഹാറ് കടലുകൾ. ഖൈത്ത് നൂല്, ഖുയൂത്ത് നൂലുകൾ. ഖൈത്തും ജംഅ് ഖുയൂത്തുൻ നൂലുകൾ. ഇത് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.